ഇതുപോലെ ഇപ്പൊ ചില ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാർ വിവാഹത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയാണെന്ന് അറിയാം? പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ അവളെ കഴുത്തിൽ മാലയിട്ട് കൊടുക്കണം. അന്യ പെണ്ണാണ്. വലിയാരെ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് പിന്നെ ഏത് പെണ്ണാ? അതെന്റെ പെണ്ണല്ലേ? നീ കെട്ടാൻ പോകുന്നു നീ നാവ് കൊണ്ട് പറഞ്ഞാൽ കെട്ടാൻ പോകലാവോ? മംഗലാപുരത്ത് ഞാൻ പോയിട്ടുണ്ട് ഒരു കല്യാണ വീട്ടില്. എന്തിനാ പോയത് എന്നറിയോ? വിവാഹത്തിന്റെ ദിവസം നിക്കാഹ് കഴിഞ്ഞ് പുതിയുണ്ണിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന്റെ മുമ്പ് ആ പുതിയുണ്ണി പുതുവസ്ത്രത്തിൽ തന്നെ നിരത്തേക്ക് വീട് മരിച്ചുപോയി. ശരീരത്തിൽ ഒരു അസുഖവും പറയാനില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അനുഭവത്തിന്റെ വെളിച്ചാ ഞാൻ പറയുന്നത്. മംഗലാപുരത്ത് ഒരു സ്ഥലത്ത് വേദന ചെന്നപ്പോ എനിക്ക് വളരെ പരിചയമുള്ള എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാൻ വന്ന ആളെന്നോട് പറഞ്ഞു, എന്നോട് തിരിച്ചൊന്നും പറയരുത്, ഒരു സ്ഥലത്ത് കയറാനുണ്ട്. ഞാൻ വളരെ ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ അയാളോട് എവിടെയാണ് എന്ന് ചോദിച്ചില്ല. ചെന്ന് നോക്കുമ്പോ നല്ല ഒരുങ്ങി പിടിച്ച പന്തലാണ്, നല്ല വൃത്തിയുള്ള പന്തല്, എല്ലാ ഭാഗത്തും ലൈറ്റുകളും സംവിധാനങ്ങളും സംവിധാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വിളിക്കാത്ത കല്യാണത്തിനാണോ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത്? അപ്പൊ അയാൾ പറഞ്ഞ മറുപടിയാ ഞാൻ പറഞ്ഞത്, കല്യാണ വീടല്ല ഉസ്താദേ, ആദ്യം കല്യാണ വീടായിരുന്നു, ഇപ്പൊ ഇത് മരണ വീടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് നിർബന്ധിച്ചു കൊണ്ടുവന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈമാനുള്ള വിശ്വാസികളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കല്യാണം എന്ന് പറയുന്നത് നിക്കാഹാണ്, അല്ലാതെ മുട്ടായി കൊണ്ടുപോകലല്ല. മുട്ടായി കൊണ്ടുപോകലാണോ നിക്കാഹ് എന്ന് പറയുന്നത്? ഇപ്പൊ ചില ചെറുപ്പക്കാർ വിചാരിച്ചത് അതാണ് കല്യാണം എന്നാണ്. എന്നിട്ട് മിഠായി കൊണ്ട് കൊടുത്താൽ പിന്നെ അവളെല്ലാം പറ്റും. സൈക്കിളിൽ കൊണ്ടുപോകാം, അവളെയും കൂട്ടിയിട്ട് കറങ്ങാം, അവളെ കൂട്ടി എവിടെയും പോകാം, അവളെയും കൂട്ടി ഏത് പരിപാടിയും പറ്റും. പറ്റാത്തതൊന്നുമില്ല. എന്റെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ എന്നാ ന്യായം? എന്റെ ഭാര്യയാകാൻ പോകുന്നത് എന്ന് പറയുമ്പോഴേക്ക് എങ്ങനെ ഭാര്യയാകാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്ക് ഭാര്യയാവോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ഫ്ലൈറ്റുകളില്ലേ, ഞാൻ ഇന്നിവിടെ വരുന്നത് എയർപോർട്ടിൽ നിന്നാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ എന്നെ ഫോണിൽ വിളിച്ച ആളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യാണ് ഞാൻ. എന്റെ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അതെന്റെ ഫ്ലൈറ്റ് ആകുമോ? എന്റെ ഫ്ലൈറ്റ് ആകുമോ? അല്ല, ഞാൻ പിൽക്കാലത്ത് വാങ്ങാൻ വിചാരിച്ച സാധനമാണ്, അതുകൊണ്ട് എന്റെ ഫ്ലൈറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലൈറ്റിന്റെ ഉടമസ്ഥത അനുവദിക്കോ? നിങ്ങൾ അനുവദിക്കോ? നിങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടി വന്ന ഒരാള്, നിങ്ങളൊരു സ്ഥലം കച്ചവടം നടത്താൻ വേണ്ടി വന്ന ഒരാള്, അയാളായിട്ട് നിങ്ങൾ കച്ചവടമൊക്കെ പറഞ്ഞ് ഏകദേശം കാര്യങ്ങൾ എത്രയാണ് വില എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു പോയി. 5 പൈസ ഒന്നും തന്നിട്ടില്ലേ? പിറ്റേ ദിവസം വന്നിട്ട് എന്റെ സ്ഥലമാണ്, ഞാനാണ് വിൽക്കുന്നത്, നിങ്ങൾക്ക് ഇതിൽ വിൽക്കാനൊന്നും അധികാരില്ല, ഞാൻ ഇന്നലെ വന്നിട്ട് നിങ്ങളോട് കച്ചവടം പറയാൻ വന്ന സ്ഥലമാണ്, നിങ്ങൾ അനുവദിച്ചു കൊടുക്കോ? ഇതുപോലെ ഇപ്പൊ ചില ചെറുപ്പക്കാർ സ്ത്രീകളെ പോയി പെണ്ണിനെ കൊണ്ടുപോയി കാണാൻ വേണ്ടി പോകുമ്പോ തന്നെ അന്യ പെണ്ണിന്റെ കഴുത്തിൽ ആദ്യം തന്നെ തൊട്ടിട്ട്, അന്യ പെണ്ണാകുന്ന ഈ പെണ്ണിനെ തൊട്ടിട്ട് കഴുത്തിൽ മാലയിട്ട് കൊടുത്തിട്ടാണ് തുടക്കം. അതുപോലെ ഇവളെ വായിലേക്ക് കേക്ക് മുറിച്ചു വെച്ചിട്ട് ഈ അന്യ പുരുഷൻ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാപ്പ കൈമുട്ടിയാണ് ഇതിന്. അതുപോലെ കുടുംബങ്ങൾ കൈമുട്ടിയാണ്. നമ്മുടെ കൂത്തുപറമ്പ് ഭാഗങ്ങളിലും ഈ മാനന്തേരിയിലൊന്നും ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹുവിനോട് ധിക്കാരം ചെയ്യുന്ന ചില ബാപ്പമാർ, അവർക്ക് തലാഖ് സംഭവിച്ചില്ലെങ്കിൽ, ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടായിട്ടില്ലെങ്കിലല്ലേ പറയേണ്ടത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. റബ്ബിനോട് ധിക്കാരം കാണിക്കുകയാണ്. എങ്ങനെയെന്നറിയോ? അന്യ പെണ്ണാണ് എന്നറിയാം, കാണുന്നത് അത് ഈ സ്റ്റാറ്റസ് വെച്ചാ കാണുന്നത് സ്വന്തം ആങ്ങളല്ല, കാണുന്നത് അതുപോലുള്ള കാണാനും തൊടാനും പറ്റുന്നവരല്ല. നാട്ടുകാരായ മുഴുവൻ ആളുകളും എന്റെ മോളെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് അതിന്റെ അടിയിൽ സ്വന്തം ബാപ്പ എഴുതി കൊടുക്കുകയാണ്, ബാറക്കല്ലാഹു ലക്കുമാ, പടച്ചോനെ ഞാൻ എന്റെ മോളെ ഇങ്ങനെയൊക്കെ നടത്തും, എനിക്ക് വലിയ സന്തോഷവും ബഹുമാനമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മോക്കങ്ങ് ബർക്കത്ത് ചെയ്ത് കൊടുക്കുക എഴുതി വെക്കുന്ന ചില ബാപ്പമാർ. എന്നിട്ടോ കംപ്ലൈന്റ് തലാഖ് അധികരിക്കുന്നു. കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ചാരിത്ര ശുദ്ധിയോടെ കൊണ്ടു നടക്കേണ്ട ഇസ്ലാമിലെ ഒരു കർമാണ്. ഓ എന്റെ ചെറുപ്പക്കാരാ, ഏതെങ്കിലും ആളുകൾ കാണിക്കുന്നത് പോലുള്ള വിവാഹമാണോ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്? ഇതുപോലെ ഇംഗ്ലീഷുകാരൻ കാണിച്ചെന്ന വിവാഹമാണോ നീ ഉദ്ദേശിച്ചത്? അതിനെന്തിനാണോ നീ സയ്യിദന്മാരെ ക്ഷണിച്ചത്? അതിനെന്തിനാണോ നീ ആലിമീങ്ങളെ ക്ഷണിച്ചത്? അതിനെന്തിനാണോ പള്ളിയിലെ ഖതീബിനെ വിളിച്ചത്? അതിനെന്തിനാണ് ഉസ്താദുമാരെ ക്ഷണിച്ചു വരുത്തിയത്? അവരെ വഷളാക്കാനാണോ? ഇംഗ്ലീഷുകാരന്റെ നിക്കാഹിന് തങ്ങൾ ആവശ്യമില്ല, ഇംഗ്ലീഷുകാരന്റെ നിക്കാഹിന് മൊയ്ലിയാർ ആവശ്യമില്ല. അങ്കഹത്തുക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നു. കാദിയാരെ കൊണ്ടല്ലെങ്കിൽ നമ്മളെ സയ്യിദിനെ കൊണ്ട്, നമ്മളെ ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കാറില്ലേ? അത് ഇസ്ലാമികമായി നടക്കുന്ന നിക്കാണ്, അല്ലാതെ ഇംഗ്ലീഷുകാരന്റെ നിക്കാഹല്ല.
ഇംഗ്ലീഷുകാരന്റെ നിക്കാഹ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 4 മക്കളായിട്ടും ഇതുവരെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. ഓ ചെറുപ്പക്കാരാ, ഇത് കണ്ടിട്ട് കോപ്പി അടിക്കണമെന്ന് ചിന്തിച്ചിട്ട് നമ്മളെ വിവാഹത്തിന് നമ്മൾ കൊണ്ടുപോയി അട്ടിമറിച്ച ഇതുപോലെ ഇംഗ്ലീഷുകാരന്റെ നിക്കാഹ് പോലെ ഹറാമും ഹലാലും വഴിതിരിവില്ലാത്ത, ഹറാമിനെയും ഹലാലിനെയും തിരിച്ചറിവില്ലാത്ത വിവാഹങ്ങളായി നമ്മളെ വിവാഹങ്ങൾ മാറിപ്പോയാൽ ഉപ്പമാരെ പിന്നെ തൊലാക്ക് സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തൊലാക്ക് എന്ന് പറഞ്ഞാൽ അന്നയല്ലേ ഇവർക്ക് തമ്മിൽ ഹൃദയത്തെ ബന്ധിപ്പിച്ചു കൊടുക്കേണ്ടത്. അതേ ഉസ്താദ് സ്റ്റേജിന്റെ മേലെ നിന്ന് ദ്വാരക്കാണ്, ഈ അണകൾക്കിടയിൽ നീ ഹൃദയത്തെ ബന്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. തങ്ങളുമായി അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരെ ഹൃദയത്തെ അല്ലാ നീ ബന്ധിപ്പിച്ചല്ലോ, ഇതുപോലെ ഈ കുടുംബത്തെ നീ ബന്ധിപ്പിക്കണേ അല്ലാ. കേൾക്കുന്ന ഉമ്മ, കേൾക്കുന്ന ഉപ്പ, ഇത് സ്റ്റേജിന്റെ മേലെ ഇരുത്തിയ ഉസ്താദില്ലേ, ആ ഉസ്താദ് ഇരുത്തിയിട്ട് ദ്വാ ചെയ്തിട്ട് സ്റ്റേജിൽ ഇറങ്ങിപ്പോയാൽ പിന്നെ പെണ്ണിനെയും കൂട്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ആണ്, ഭർത്താവും ഭാര്യയും കയറിയിട്ട് സ്റ്റേജിന്റെ മേലെ ഡാൻസ് ആണ്. അന്യപുരുഷന്റെ മുന്നിൽ ഭംഗി പ്രദർശനമാണ്, അന്യ സ്ത്രീകളെ മുന്നിൽ ഭംഗി പ്രദർശനമാണ്. ഇങ്ങനെയായാൽ വിവാഹത്തിൽ എവിടെയാ ബറക്കത്തുണ്ടാകല്? 3 മക്കളായി ഉസ്താദ്. എന്റെ മകൻ ഇപ്പൊ എനിക്കത് അവന്റെ ഭാര്യനെ ഇഷ്ടയില്ല എന്നാ പറയുന്നത്. കാരണം ചോദിക്കുമ്പോ പറയുന്നത് എന്താണ്, അവർക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാ പറയുന്നത്. എത്ര മക്കളുണ്ട് ചോദിക്കുമ്പോ 3 മക്കളായി എന്നാ പറയുന്നത്, 4 മക്കളായി എന്നാ പറയുന്നത്, 5 മക്കളായി എന്നാ പറയുന്നത്. ഭാര്യക്ക് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാ പറയുന്നത്. ഭാര്യ പറയുന്നതോ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ്. മക്കൾക്ക് കുറവ് പറയാനില്ല. എവിടെയാ തകരാറ് പറ്റിയത് എന്നറിയോ? റബ്ബാണ് ഹൃദയത്തെ ബന്ധിപ്പിക്കേണ്ടത് എന്നുള്ള ചിന്ത. എന്റെ റബ്ബാണ് എന്റെ ഹൃദയത്തെ ബന്ധിപ്പിക്കേണ്ടത് എന്നുള്ള ചിന്ത അത് മറന്നുപോയി. ആരോഗ്യമുള്ള സമയം, സാമ്പത്തികമായി അല്പം പുരോഗതി, ഇങ്ങനൊക്കെ ചെറിയ നിയമത്തുകൾ കിട്ടിയപ്പോ അല്ലാഹനെ മറന്നുപോയി, റബ്ബിന്റെ തൃപ്തി മറന്നുപോയി.